ongoing thing. Hello friends and welcome to another class by Daily English Classroom. Daily English Classroom in the SSLC വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യന്റെ മോഡൽ നോക്കാൻ പോവുകയാണ്. ഇത് ഡയറ്റ് കണ്ണൂർ പ്രിപ്പയർ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ഒന്ന് വായിച്ചു പോകാം, അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഫ്രം എനി ഓഫ് ദ പ്രോസ് ലെസൺസ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ, 1 മുതൽ 4 വരെ ഓരോ മാർക്കിൻ്റെ ചോദ്യവും, 5ാമത്തെ ചോദ്യത്തിന് 2 മാർക്കുമാണ്. അപ്പോൾ ഇത് നമ്മുടെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന പാഠത്തിലെ ഒരു പാരഗ്രാഫാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഹൗ ഡിഡ് ഹിസ് അങ്കിൾ ഹെൽപ്പ് മിസ്റ്റർ ജോൺ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് പാരൻസ്? അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ആ പാരഗ്രാഫിൽ തന്നിട്ടുള്ള അതേപോലെ തന്നെ എഴുതാൻ പാടില്ല. നമ്മൾ ഇതിൻ്റെ ഉത്തരം എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി, അതെന്താ കാര്യമെന്നുള്ള മനസ്സിലാക്കി, അത് നമ്മുടേതായ സെൻറ്റൻസിൽ വേണം ഉത്തരം എഴുതാൻ. അത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഹിസ് അങ്കിൾ ഹെൽപ്ഡ് മിസ്റ്റർ ജോൺ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് പാരൻസ് ബൈ ഗെറ്റിംഗ് ഹിം എ ജോബ് ആസ് എ ക്ലർക്ക് ഇൻ എ ലണ്ടൻ സോളിസിറ്റേഴ്സ് ഓഫീസ്. 2ാമത്തെ ചോദ്യം, വൈ ഡിഡ് മിസ്റ്റർ ജോൺ ബിഗിൻ ടു ബെറ്റ് ഓൺ ഹോഴ്സസ്? അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം, ഹി ബിഗാൻ ടു ബെറ്റ് ഓൺ ഹോഴ്സസ് ബിക്കോസ് ഹി വാസ് ഈഗർ ടു ടേസ്റ്റ് പ്ലഷേഴ്സ് ഫാർ ബിയോണ്ട് ഹിസ് മീൻസ് ആൻഡ് ഹി ഹാഡ് ഫോളൺ ഇൻ ടു ദ ബാഡ് കമ്പനി. 3ാമത്തെ ചോദ്യം, വാട്ട് വാസ് മിസ്റ്റർ ജോൺസ് ഹോപ്പ് വെൻ ഹി ടുക്ക് എ സം ഓഫ് മണി ഫ്രം ദ ഓഫീസ് സേഫ്? He took some money from the office safe. He was very hopeful that he can put the money back in the office safe. 4ാമത്തെ ചോദ്യം, his parents were dead. Identify the noun phrase in the sentence. അപ്പോൾ ഇതിലെ noun phrase ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. his parents എന്നുള്ളതാണ് ഇതിലെ noun phrase. Did Mr. John have any companion in the city? How did it affect him? ഇവിടെ 5ാമത്തെ ചോദ്യത്തിൽ 2 കാര്യങ്ങൾ എഴുതാനുണ്ട്. ഒന്ന്, did Mr. John have any companion in the city? The answer is no. He was utterly friendless. How did it affect him? As he was friendless, he fell into the company of some bad people and started to do some gambling and bet on horses. It really ruined his life. And later he thought of committing suicide. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജിൽ വേണം നമ്മൾ ഇതിൻ്റെ ഉത്തരം എഴുതാൻ. അവസാനത്തെ 5ാമത്തെ ചോദ്യത്തിൻ്റെ 2 പോയിന്റ് ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി 2ാമത്തെ സെക്ഷനിലേക്ക് പോവുകയാണ്. Question 6 to 9. Read the following lines from the poem The Ballad of Father Gilligan and answer the questions that follow. ഈ ഒരു ചോദ്യം എഴുതുന്ന സമയത്ത് നമ്മൾ അത് ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ കൃത്യമായ സെൻറ്റൻസ് ആക്കി തന്നെ എഴുതുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. Why was Father Gilligan weary? Father Gilligan was weary because the people in his parish were dying every day. What does the word flock in the context refer to? Flock here refers to the people in his parish. Question number 8. When did Father Gilligan nod on a chair? അത് നമുക്ക് പോയത്തിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. He nodded on his chair at the moth hour of the evening. Identify the rhyme scheme of the second stanza. Pick out a pair of rhyming words. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, 4ാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഇവിടെ 9ാമത്തെ ചോദ്യത്തിൽ 2 കാര്യങ്ങൾ എഴുതാനുണ്ട്. ഒന്ന്, അവിടെയുള്ള റൈം സ്കീം കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള റൈമിംഗ് വേർഡ്സ് എഴുതുക. അപ്പോൾ മറക്കാതെ 2 കാര്യങ്ങളും എഴുതുക. ഇവിടെ റൈം സ്കീം നമുക്കറിയാം, ഈ പോയത്തിൻ്റെ കോമൺ ആയിട്ടുള്ള റൈം സ്കീം ABCB എന്നാണ്. ഇനി റൈമിംഗ് വേർഡ്സ് കൂടി എഴുതുക. അവിടെ ഒരു പെയറാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ABCB ആയതുകൊണ്ട് ഡേ, ലേ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഈവ്, ഗ്രീവ് എന്നുള്ളത് എഴുതാം. അപ്പോൾ 2 പോയിന്റും എഴുതണമെന്ന കാര്യം ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാനുള്ള ചോദ്യമാണ്. ഇവിടെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നുള്ള പോയത്തിൻ്റെ അപ്രീസിയേഷനാണ് എഴുതേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ തന്നിട്ടുള്ള വരികളിൽ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസും ഇമേജറിയും എഴുതാൻ പ്രത്യേകം ഓർക്കുക.
അടുത്ത ചോദ്യം ഇതുപോലെ തന്നെ റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൺ ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ. 6 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. നമുക്ക് ഈ 2 അപ്രീസിയേഷനും വേണമെങ്കിൽ എഴുതാൻ കഴിയും. അതിലുപയോഗിച്ച ഇമേജറി അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈ തന്നിട്ടുള്ള വരികളിൽ ഉപയോഗിച്ചിട്ടുള്ള റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് സ്കീം തുടങ്ങിയ കാര്യങ്ങളും എല്ലാം നമുക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഇനി അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻസ് നമ്പർ 12 to 17. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇതൊരു അൺഫെമിലിയർ പാസേജാണ്, നമ്മൾ വായിച്ചിട്ടില്ലാത്ത ഒരു പാസേജാണ്. അപ്പോൾ ഈ ഒരു പാസേജ് വായിച്ചിട്ട് അതിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്ന 6 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. വാട്ട് ഡിഡ് വീണ വാണ്ട് ടു ബൈ ഫോർ ഹർ മദർ? അപ്പോൾ നമ്മൾ ഈ ഒരു പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് ഉത്തരം നമുക്ക് കാണാം. വീണ വാണ്ടഡ് ടു ബൈ ഹർ മദർ എ ബർത്ത്ഡേ ഗിഫ്റ്റ്. വൈ ഡിഡ് വീണ തിങ്ക് ദാറ്റ് എ പെറ്റ് കുഡ് ബി എ ഗുഡ് ഗിഫ്റ്റ് ഫോർ ഹർ മദർ? അപ്പോൾ അത് നമ്മൾ പാരഗ്രാഫ് വായിച്ച് നോക്കുക. അപ്പോൾ അതിന് ഉത്തരം നമുക്ക് കിട്ടും. ഷീ ഫെൽറ്റ് ദാറ്റ് എ പെറ്റ് വുഡ് ബി എ ബെറ്റർ ഗിഫ്റ്റ് ഫോർ ഹർ മദർ ബിക്കോസ് ഷീ വാസ് സോ ലോൺലി ആൻഡ് ഷീ നീഡ്സ് എ പെറ്റ്. വാട്ട് വാസ് സ്പെഷ്യൽ അബൌട്ട് ദ പാരറ്റ്? അപ്പോൾ പാരറ്റിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദ പാരറ്റ് ക്യാൻ സ്പീക്ക് 7 different languages. How did Veena send the gift to her mother? She sent it by a special delivery to her mother. What did mother do with the parrot? അപ്പോൾ അതിൻ്റെ ഉത്തരം എവിടെയും പറയുന്നില്ല. അവസാന ഭാഗത്ത് നമുക്ക് മനസ്സിലാവും. She killed the parrot and ate the parrot. അടുത്ത ചോദ്യം ഗിവ് എ suitable title to the passage. നമുക്ക് ഇഷ്ടമുള്ള ഒരു തലക്കെട്ട് കൊടുക്കാം. The parrot. ഇനി അടുത്ത സെറ്റ് വരുന്നത് 18 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങൾ 120 വേർഡ്സിൽ എഴുതാനുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതാം. സമയം കിട്ടുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ എഴുതാം. അപ്പോൾ ചോദ്യങ്ങൾ 1 ഒരു നറേറ്റീവ് എഴുതാനാണ്. The homeopath in the story Snake and the Mirror reaches his friend's house at night. He narrates the entire incident to his friends. Prepare the likely narrative. അപ്പോൾ ഈ പാഠത്തിൻ്റെ ഒരു സമ്മറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് എഴുതാൻ കഴിയും. അതുപോലെ സത്യജിത് റായ് had to face so many obstacles after he had decided to shoot a film with the tiger. Prepare a write-up on the difficulties faced by Rai during the shooting. ഇതും നമ്മൾ ഒരു സമ്മറി വെച്ചിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. Jovan was recommended by Mr. Boone for the scholarship jacket. Eventually, it was Martha who won the jacket. Narrate the events that led to Martha's winning the scholarship jacket in the end. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ തന്നെ ഒരു റൈറ്റപ്പ്, ആ ഒരു സമ്മറി വെച്ചുകൊണ്ട് എഴുതാൻ കഴിയും. 21ാമത്തെ ചോദ്യം ഇമാജിൻ മിസ്റ്റർ ജോൺ ഇൻ ദ സ്റ്റോറി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് ഹാഡ് ബീൻ ഇൻവൈറ്റഡ് ടു യുവർ സ്കൂൾ ആസ് ദ ചീഫ് ഗസ്റ്റ് ഫോർ ആൻ അവയർനെസ് പ്രോഗ്രാം അഗെയിൻസ്റ്റ് ഡ്രഗ് അഡിക്ഷൻ. യു ആർ ആസ്ക്ഡ് ടു ഡെലിവർ എ സ്പീച്ച്. അപ്പോൾ ഇതൊരു സ്പീച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്പീച്ചിൻ്റെ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പീച്ച് എഴുതാൻ കഴിയും. അടുത്തത് വാങ്ക is a representative of all the children in the universe who are denied of their rights. Prepare a write-up on child rights and the development of a nation. അപ്പോൾ ഇതൊരു വാങ്ക എന്നുള്ള പാഠത്തെ ആസ്പദമാക്കിയുള്ള ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ നേഷൻ എന്നതിനെക്കുറിച്ചൊരു റൈറ്റപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു ചോദ്യം എഴുതുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് 23 to 27. 5 ചോദ്യങ്ങൾ 6 മാർക്കിൻ്റെ ചോദ്യമാണ്, 30 മാർക്കിൻ്റെ ചോദ്യമാണ്. കഴിയുമെങ്കിൽ ഇത് എല്ലാ ചോദ്യങ്ങളും നമ്മൾ അറ്റൻഡ് ചെയ്യുക. ഇവിടെ പ്രൊഫൈൽ എഴുതാനാണ് വളരെ എളുപ്പം, നമുക്ക് എഴുതാൻ കഴിയും. പ്രൊഫൈൽ ഓഫ് മജീദി, നമുക്ക് ഈ ഒരു പ്രൊഫൈൽ വൃത്തിയായിട്ട് എഴുതാൻ കഴിയും. അടുത്തത് ഡയറി എൻട്രി ഓഫ് ദ സർജൻറ്റ് ഓഫ് ദ ഡേ ഓഫ് ഹിസ് സൂയിസൈഡൽ അറ്റംപ്റ്റ്, ഡയറി എൻട്രി ആണ്. അടുത്തത് ലെറ്റർ. ഇമാജിൻ ഹി റൈറ്റ്സ്, ദ ബോയ് റൈറ്റ്സ് എ ലെറ്റർ ടു വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് നറേറ്റിംഗ് ദ ഡ്രെഡ്ഫുൾ ഫൈറ്റ്. പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ. അടുത്തത് ക്വസ്റ്റ്യൻസ് ആണ്. Rotary Club of your school has decided to invite Shimamanda Ngozi Adichai to interact with the club members. Being the convener of the club, you are asked to prepare some interactive questions. Prepare 6 questions to be asked. അപ്പോൾ നമ്മളിവിടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. അതുപോലെ അടുത്തത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ബോയ്. അപ്പോൾ ഈ എല്ലാ ആക്ടിവിറ്റികളും ഡിസ്കോഴ്സസും നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് 30 മാർക്ക് ഇവിടെ തന്നെ ലഭിക്കും. 28 മുതൽ 36 വരെയുള്ള ചോദ്യങ്ങൾ
വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 9 എണ്ണമുണ്ട്, 5 മാർക്ക് വീതം. 45 മാർക്കിൻ്റെ ഒരു ഏരിയയാണിത്. അപ്പോൾ നമ്മൾ കഴിയുന്നിടത്തോളം ചോദ്യങ്ങൾ എഴുതുക. ഒന്ന്, നമ്മുടെ ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു ക്ലബിൻ്റെ സെക്രട്ടറിയാണ്, ഇംഗ്ലീഷ് ക്ലബിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടീസ് തയ്യാറാക്കുക. അടുത്തത് ഒരു പാരഗ്രാഫ് എഴുതാനാണ്. 30ാമത്തെ ചോദ്യം, കോൺവെർസേഷൻ ബിറ്റ്വീൻ മിസ്റ്റർ സ്മിത്ത് ആൻഡ് ദ പ്രിൻസിപ്പൽ. 31ാമത്തെ ചോദ്യം, പ്രിപ്പയർ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ വില്ലേജർ ആൻഡ് ഹിസ് ഫ്രണ്ട്. 32ാമത്തെ ചോദ്യം, പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട് എ ടോക്ക് വിത്ത് വാങ്ക. 33ാമത്തെ ചോദ്യം, റിവ്യൂ ഓഫ് ദ സ്ക്രീൻ പ്ലേ മൈ സിസ്റ്റേഴ്സ് ഷൂസ്. 34ാമത്തത്, ഡ്രാഫ്റ്റ് ദ ഡയറി എൻട്രി ഓഫ് നീലകണ്ഠ. 35ാമത്തെ ചോദ്യം, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആൻഡ് ജെയിൻ. 36ാമത്തത് ഒരു പാരഗ്രാഫാണ്. Sunk in despair, Mr. John decided to commit suicide. What could be his thoughts flashed throughout his mind during this time? അപ്പോൾ മിസ്റ്റർ ജോണിനുണ്ടായ ചിന്തകളെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ്. 37 മുതൽ 42 വരെയുള്ള ചോദ്യങ്ങൾ ഒരു ടേബിൾ തന്നിട്ട് ആ ടേബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ആപ്ലിക്കേഷൻസ് ഫസ്റ്റ് കോളം, രണ്ടാമത്തെ കോളത്തിൽ ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ 3 രാജ്യങ്ങളിലുള്ള ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ ഒരു ഡേറ്റയാണ് തന്നിരിക്കുന്നത്. വിച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ ഈസ് ലീസ്റ്റ് ഇൻസ്റ്റാൾഡ് ഇൻ ഓൾ ദ 3 കൺട്രീസ്. ലീസ്റ്റ് ഇൻസ്റ്റാൾ എന്ന് വെച്ചാൽ വളരെ കുറവ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഏത് രാജ്യങ്ങളിലാണ്, ഏത് ആപ്ലിക്കേഷനാണ് ഏറ്റവും കുറവ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏറ്റവും കുറവ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് വാട്സപ്പാണ്. കാരണം ശ്രീലങ്കയിൽ 78,500, ബംഗ്ലാദേശ് 1,05,000, 95,500 ഇൻ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഏറ്റവും കുറവ് വാട്സപ്പാണ്. ഇൻ വിച്ച് കൺട്രി ഇസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ഇൻസ്റ്റാൾ സിഗ്നൽ എബവ് 3 lakhs. എബവ് 3 lakhs സിഗ്നൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ബംഗ്ലാദേശ്. വിച്ച് ആപ്ലിക്കേഷൻ ഈസ് ദ മോസ്റ്റ്ലി ഇൻസ്റ്റാൾഡ് വൺ ഇൻ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഏതാണ്? 1,98,000 വരുന്ന ടിക്ടോക്ക്. ഓക്കെ, ടിക്ടോക്കാണ് ആൻസർ. നെയിം ദ കൺട്രി വെർ ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ഇൻസ്റ്റാൾഡ് ടെലഗ്രാം കംസ് ദ സെക്കൻഡ്. ടെലഗ്രാമിൻ്റെ ഉപയോഗം 2ാം സ്ഥാനത്ത് വരുന്നത് എവിടെയാണ്? ടെലഗ്രാമിൻ്റെ യൂസേജ് ഓരോ കൺട്രിയിലുള്ളതെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അഫ്ഗാനിസ്ഥാനിലാണ് 2ാം സ്ഥാനം വരുന്നത്. 1ാം സ്ഥാനം ടിക്ടോക്കാണ്, 1,98,000. 2ാം സ്ഥാനം 1,94,000 വരുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അടുത്തത്, ഹൗ മെനി പേഴ്സൺസ് ഡിഡ് ഇൻസ്റ്റാൾ ഫേസ്ബുക്ക് ഇൻ ബംഗ്ലാദേശ്. ഫേസ്ബുക്ക് ബംഗ്ലാദേശിൽ ഇൻസ്റ്റാൾ ചെയ്ത ആളുകളുടെ എണ്ണം 2,93,000. അടുത്ത ചോദ്യം, വിച്ച് ആപ്ലിക്കേഷൻ ഇസ് മോസ്റ്റ്ലി ഇൻസ്റ്റാൾഡ് ഇൻ ശ്രീലങ്ക ആൻഡ് ബംഗ്ലാദേശ്. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഏതാണ് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം ടെലഗ്രാമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, കംപ്ലീറ്റിംഗ് ദ കോൺവെർസേഷനാണ്. ഇവിടെ ABCDEF ഇത്രയും തന്നിട്ടുണ്ട്. ഒന്നാമത്തത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഒരു ക്വസ്റ്റ്യനാണ്, രണ്ടാമത്തത് ഒരു ക്വസ്റ്റ്യനാണ്, മൂന്നാമത്തതും ക്വസ്റ്റ്യനാണ്, നാലാമത്തത് ഇഫ് ക്ലോസ് ആണ്, അഞ്ചാമത്തത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ആറാമത്തത് ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒന്നാമത്തത് നമുക്കറിയാം ഇവിടെ ഒരു കോമ കൂടി വേണം, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗാണ്. യു ആർ മിസ്റ്റർ തോററ്റ്, ആറിൻറ്റ് യു? യെസ്. അത് കഴിഞ്ഞൊരു ക്വസ്റ്റ്യനാണ്, അതിൻ്റെ ആൻസർ ഐ വാണ്ട് എ ടൈഗർ ഫോർ ദ ഷൂട്ടിംഗ് ഓഫ് മൈ ഫിലിം. അപ്പോൾ മിസ്റ്റർ തോററ്റ് അവിടെ ഒരു കാര്യം ചോദിക്കാം, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ കൊടുക്കാം. അതിനുശേഷം സിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിൻ്റെ ആൻസർ ഐ നീഡ് ഇറ്റ് ഫോർ എ കപ്പിൾ ഓഫ് അവേഴ്സ്. ഹൗ ലോങ് ഡു യു നീഡ് ദ ടൈഗർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്കവിടെ കൊടുക്കാം. അടുത്തത് ഇഫ് ഐ ട്രെയിൻ ദ ടൈഗർ എന്നുള്ളത് ഇഫ് ക്ലോസിൻ്റെ ടൈപ്പ് 1 ആണ്, ഇഫ് പ്ലസ് പ്രസൻറ്റ് ടെൻസ് ആണ്. ഇഫ് ഐ ട്രെയിൻ ദ ടൈഗർ ഇറ്റ് വിൽ ആക്ട് വെൽ. അങ്ങനെ എന്തെങ്കിലും ഒരു ചേരുന്നൊരു സെൻറ്റൻസ് അവിടെ കൊടുക്കാം. അടുത്തത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ആയിരിക്കും. അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, ഹൗ വിൽ യു ബ്രിങ് ദ ടൈഗർ? ഐ ക്യാൻ ബ്രിങ് ഇറ്റ് ഇൻ എ ലോറി. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അവിടെ കൊടുക്കേണ്ടത്. അടുത്തത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ആൻസർ നോ യു ഡോണ്ട് ഹാവ് ടു മീറ്റ് ദ മാനേജർ അഗെയിൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഡു ഐ ഹാവ് ടു മീറ്റ് ദ മാനേജർ എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തത് ആറിൻറ്റ് യു, രണ്ടാമത്തത് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, മൂന്നാമത്തത് ഹൗ ലോങ് ഡു യു നീഡ് ദ ടൈഗർ, നാലാമത്തത് ഇറ്റ് വിൽ ആക്ട് വെൽ, അഞ്ചാമത്തത് ഐ വിൽ ബ്രിങ് ഇറ്റ് ഇൻ എ ലോറി,
ആറാമത്തത് do I have to see the manager. അടുത്ത ചോദ്യം എഡിറ്റ് ചെയ്യാനുള്ളതാണ്. ഇറ്റ് വാസ് അറ്റ് ഏപ്രിൽ. അപ്പോൾ അവിടെ പ്രിപ്പോസിഷൻ നമുക്ക് അറ്റ് അല്ല ഉപയോഗിക്കേണ്ടത് ഇൻ. ഇറ്റ് വാസ് ഇൻ ഏപ്രിൽ. The warm breezes of the approaching summer have sent. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പാരഗ്രാഫിൽ അവിടെ കറക്ഷൻ ഇല്ലാത്തൊരു സെൻറ്റൻസ് നമ്മൾ കണ്ടു. സഡൻലി ഐ സോ എ സ്നേക്ക്. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസിലാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഹാവ് എന്നുള്ളത് മാറ്റി ഹാഡ്. Approaching summer had sent everyone indoors, including grandfather. Suddenly I saw a snake out coming off. അവിടെ വേർഡ് ഓർഡറിൻ്റെ പ്രശ്നമാണ്. A snake coming out of a group of cactus and slow. അവിടെ adverb slowly എന്നാണ് ഉപയോഗിക്കേണ്ടത്. Slowly moving to the cooler part of the garden. I waited there to see what was going to happen. അപ്പോൾ A in, B had, C coming out of, D slowly, E waited. ഇനി 45-ാമത്തെ അവസാനത്തെ ചോദ്യം നോക്കാം. fill in the blanks using appropriate phrasal verbs given in brackets. phrasal verb ഉപയോഗിച്ചുകൊണ്ട് ഈ പാരഗ്രാഫ് കംപ്ലീറ്റ് ആക്കുക. അപ്പം നമുക്ക് താഴെ പറയുന്ന phrasal verbുകളാണുള്ളത്. സെറ്റപ്പ് എന്ന് വെച്ചാൽ ആരംഭിക്കുക, തുടങ്ങുക, ഒരു സംരംഭം ആരംഭിക്കുക എന്നൊക്കെ അർത്ഥത്തിൽ. put on വസ്ത്രം ധരിക്കുക. കം അക്രോസ് അല്ലെങ്കിൽ കെയിം അക്രോസ് എന്ന് വെച്ചാൽ അവിചാരിതമായി കണ്ടുമുട്ടുക. ഗോട്ടപ്പ് എന്ന് വെച്ചാൽ എഴുന്നേൽക്കുക. അപ്പോൾ ഐ വാസ് എ യങ് ഡോക്ടർ അറ്റ് ദ ടൈം ആൻഡ് ഹാഡ് ജസ്റ്റ് സെറ്റപ്പ്. എ സെറ്റപ്പ് ആണ്. എ പ്രാക്ടീസ് ഇൻ എ വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്ട് ഓഫ് ലണ്ടൻ ഓൺ എ foggy November night towards 1 o'clock. I dash hearing a loud banging on the door. I got up hearing a loud banging on the door. Hurriedly I put on some clothes and went downstairs. There I came across a sergeant of police on the doorstep. അപ്പോൾ ഇവിടെ A setup, B got up, C put on, D came across.